ലോകത്തെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരങ്ങളെ നോക്കി നരകം എന്നൊക്കെ വിളിക്കാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് എങ്ങനെ സാധിക്കുന്നു? അവിടുത്തെ യഥാർത്ഥ അവകാശികളായ തദ്ദേശീയ ജനതയെ കൊന്നൊടുക്കി പടുത്തുയർത്തിയ അമേരിക്ക എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നരകമെന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. സംഭവം ഇങ്ങനെയാണ്. അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. മൈക്കൽ സാവേജ് എന്നയാളുടെ വംശീയ പരാമർശങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ അമേരിക്കയെ ചൂഷണം ചെയ്യുന്നുവെന്നും ഇത്തരം രാജ്യങ്ങൾ ഭൂമിയിലെ നരകങ്ങളാണെന്നും ഇതിൽ പറയുന്നു. ഇതിനെതിരെ ഇന്ത്യ ഔദ്യോഗികമായി രൂക്ഷ പ്രതികരണത്തിന് മുതിർന്നില്ല. ഞങ്ങൾ ചില റിപ്പോർട്ടുകൾ കണ്ടു, അവിടെ നിൽക്കട്ടെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് മാത്രമായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ മറുപടി. എന്നാൽ ഹൈദരാബാദിലെ ഇറാൻ എംബസി ട്രംപിന് എക്സിലൂടെ ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയത്. ഇന്ത്യയും ചൈനയും സംസ്കാരങ്ങളുടെ നാഗരികതയുടെ കളിത്തൊട്ടിലാണെന്നും യഥാർത്ഥ നരകം എവിടെയാണെന്ന് ലോകത്തിന് അറിയാമെന്നുമാണ് ഇറാൻ കുറിച്ചത്. ട്രംപിനെ യുദ്ധ കുറ്റവാളി എന്നും ഇറാൻ വിശേഷിപ്പിച്ചു. എന്തിനാണ് ട്രംപ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോയി പെട്ടത്? അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും പൗരത്വം ലഭിക്കുന്ന ഒരു നിയമമുണ്ട്. ഗർഭകാലത്തിന്റെ 9ാം മാസം അമേരിക്കയിലെത്തി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നിയമങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് മൈക്കൽ സാവേജിനെ പോലുള്ളവർ ആരോപിക്കുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നതിനിടയിലാണ് ഇന്ത്യയും ചൈനയും അധിക്ഷേപിക്കുന്ന വാക്കുകൾ സാവേജ് ഉപയോഗിച്ചത്. ഈ വാക്കുകളാണ് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ട്രംപ് ഏറ്റുപിടിച്ച് ട്രൂത്ത് സോഷ്യലിൽ ഷെയർ ചെയ്തത്. അമേരിക്കയുടെ ജനസംഖ്യാ ഘടന മാറിപ്പോകുമെന്ന ഭയമാണ് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ. ഈ അവസരത്തിൽ അമേരിക്കയുടെ ചരിത്രം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യയെ നരകമെന്ന് വിളിക്കുന്ന അമേരിക്കയുടെ സ്വന്തം ചരിത്രം എന്താണ്? അവിടുത്തെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരെ തോക്കിൻ മുനയിൽ നിർത്തി കൊന്നൊടുക്കിയും അടിച്ചമർത്തിയുമാണ് ഇന്നത്തെ അമേരിക്കൻ ഐക്യനാടുകൾ രൂപപ്പെട്ടത് തന്നെ. അപ്പോൾ സ്വന്തമായി ഒരു സംസ്കാരം അവകാശപ്പെടാനില്ലാത്ത കുടിയേറ്റക്കാരുടെ ചോരയിൽ പടുത്തുയർത്തിയ ഒരു രാജ്യം ലോകത്തിന് വെളിച്ചം നൽകിയ ഭാരതത്തെ നോക്കി നരകമെന്ന് വിളിക്കുന്നത് വലിയ ചരിത്ര വിരോധാഭാസമാണ്. ചുരുക്കത്തിൽ ലോകത്തെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ ട്രംപും പയറ്റുന്നത്. എന്നാൽ സ്വന്തം ചരിത്രം മറന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വന്തം മണ്ണിലെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുകൂടി അമേരിക്ക തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയുടെ പൈതൃകവും മഹത്വവും ലോകം അംഗീകരിക്കുന്നത് ട്രംപിന്റെയോ അമേരിക്കയുടെയോ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല എന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ബിസിനസ് ഡിസ്കഷൻ വെള്ളം.